ദൈവത്തിൻ്റെ അരികിലേക്ക് ഒരു ചോദ്യവുമായിട്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയക്കുക. ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ നിന്നെ സഹായിച്ച് നടന്നിട്ടും നിന്നെ പ്രഘോഷിച്ച് നടന്നിട്ടും ഞാൻ ഈ കാരാഗ്രഹത്തിലായപ്പോൾ നീ എവിടെയാണ്? നീ എന്താ എന്നെ രക്ഷിക്കാൻ വരാത്തത്? നീ കാരാഗ്രഹത്തിലേക്ക് വരേണ്ടതായിരുന്നു, നീ അവിടേക്ക് വന്നില്ലല്ലോ എന്നുള്ളതാണ് സ്നാപയോഹന്നാൻ ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളും ചോദിക്കും. കാരണം പള്ളിയിൽ പോയിട്ടുണ്ട്, ഞാൻ എത്രയോ ജപമാലകൾ ചൊല്ലിയിട്ടുണ്ട്, ദൈവ വഴിയിലൂടെയൊക്കെ നടന്നിട്ടും എൻ്റെ ഈ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഈ കാരാഗ്രഹ അവസ്ഥ വന്നപ്പോൾ പലപ്പോഴും നമ്മളും ചോദിക്കുകയാണ്, എവിടെയാണ് നീ? ദൈവം എന്നെ കൈവിട്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞയക്കുന്നുണ്ട്, നിങ്ങളിവിടെ കാണുന്നതൊക്കെ അവനോട് ചെന്ന് പറയുക. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നത് പല രീതിയിലൂടെയാണ് കേട്ടോ. നമ്മളതാ മനസ്സിലാകേണ്ടത്. അവരിലൂടെ ഇടപെടുന്നത് പോലെ തന്നെ എന്നിലും ഇടപെടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരു അസൂയ, ഒരു വാശി നമുക്കുണ്ടാകരുത്. പല വ്യക്തികളിലൂടെയും പല രീതിയിലാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, എന്നിൽ ഇടർച്ച തന്നാത്തവൻ ഭാഗ്യവാനെന്നാണ്. ഈ കാരാഗ്രഹാവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഇടർച്ചയില്ലാതെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താ കാര്യം? നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ കാരാഗ്രഹം ഉണ്ടാകും. ഇങ്ങനെ വിശ്വാസത്തിൽ ജീവിച്ചിട്ടും ചില ബുദ്ധിമുട്ടുകളും സഹനങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും അതുപോലെ ദുഃഖങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ ഇടർച്ചയില്ലാതെ മറ്റുള്ളവർ ഇടപെടുന്നത് പോലെ, മറ്റുള്ള വ്യക്തികളിൽ ദൈവം ഇടപെടുന്നത് പോലെ എന്നിലും ഇടപെടുമെന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സ് നമുക്കില്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. നമുക്ക് കുറേയൊക്കെ ജീവിച്ചു പോകുന്നെന്ന് മാത്രം, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആഴമില്ല. ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ആഴമില്ല. ഒരു രോഗം വരുമ്പോഴേക്കും ദേ കിടക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും കടബാധ വരുമ്പോഴേക്കും ദേ കഴിയും, മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ഞാൻ ഇനി വിശ്വസിക്കും, ഞാൻ ഇനി പള്ളിയിൽ പോകണില്ല, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ, ഒരു പരീക്ഷ 2-3 തവണ എഴുതിയിട്ട് നമുക്ക് കാര്യം നടന്നില്ലെങ്കിൽ കഴിഞ്ഞു. പിന്നെ രോഗാവസ്ഥകളിലൂടെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ഞാൻ ദൈവമൊന്നുമില്ലെന്നേ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പറഞ്ഞയച്ചൊരുത്തരുണ്ട്, ഇടർച്ചയില്ലാത്തവർ ഭാഗ്യവാൻ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.